ഹോർമുസ് കടലിടുക്ക് വൈകാതെ ഒരു US ഭരണത്തിന് കീഴിലുള്ള പ്രദേശമാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദം. ഇറാനെ സമ്മർദ്ദത്തിലാക്കുന്നതിനായി ശക്തമായ സാമ്പത്തിക പ്രഹരമേൽപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകളിലൂടെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. And after we finish defeating Iran, which is being very badly defeated, pretty soon I'll be declaring the Hormuz Strait a territory of the United States. So I just say this. So for you to pay a tiny little bit more for your gasoline, just remember you're doing it so that a very evil country cannot have a country. Really, it's the number one state sponsor of terror in the world. We don't want to have them have a nuclear weapon. So remember that when you have to pay a little bit more, you're at $4. It's okay. I mean, it's I'll never apologize. I did the right thing. അതേസമയം ജലപാത ഇറാനിയനായി തന്നെ തുടരുമെന്നും US പരാജയം അംഗീകരിക്കുന്നതുവരെ ഉപരോധ നടപടികൾ തുടരുമെന്നാണ് ഇറാനിയൻ വിദേശകാര്യമന്ത്രി കാസിം ഗാരിബാബാദി വ്യക്തമാക്കിയത്. മനു ഭരത് തുടരുന്നുണ്ട്. മനു, വലിയ അവകാശവാദമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. പശ്ചിമേഷ്യയിൽ ഇരുവരും തമ്മിൽ ഒരു സമാധാന നീക്കം ഉണ്ടാകുമെന്നൊക്കെ പാകിസ്ഥാൻ അവകാശപ്പെടുന്നതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു നീക്കം കൂടി ട്രംപ് അവകാശപ്പെടുന്നത്. ട്രംപിൻ്റെ ഈ വാദത്തിന് പിന്നിലുള്ള തുടർ നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സാഹചര്യം? സജിത്ത്, ഈ വിഷയം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ട്രംപ് പലപ്പോഴും നിലപാടുകൾ മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. നേരത്തെ ഈ ആണവായുധങ്ങൾ ഇറാൻ വെക്കാൻ അനുവദിക്കില്ല, നിരായുധീകരണമാണ് തൻ്റെ പ്രധാന അജണ്ട എന്ന് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം JD വാൻസ് അതൊന്ന് മാറ്റിക്കൊണ്ട് എണ്ണവില നിയന്ത്രിക്കുക എന്നതാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പ്രധാനമായ ഒരു സാഹചര്യം എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം അവിടെ ഈ ഹോർമുസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തി. അതിനു മുമ്പ് ട്രംപ് ഇതിൻ്റെ നിയന്ത്രണം ഇപ്പോൾ അമേരിക്കയുടെ കയ്യിലാണെന്ന് പ്രഖ്യാപിക്കുന്നു. പക്ഷേ അത് അല്ല എന്ന് ഇറാൻ സമർത്ഥിക്കും. ഇങ്ങനെ ഈ ഹോർമുസ് കടലിടുക്കുമായി പലതരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് അധികം വൈകാതെ ഈ യുദ്ധം അവസാനിക്കുമ്പോൾ ആ പ്രദേശം അമേരിക്കയുടെ നിയന്ത്രണത്തിലാകും വൈകാതെ എന്നാണ് ട്രംപ് പ്രഖ്യാപിക്കുന്നത്. ഇനി അമേരിക്ക ഈ ഹോർമുസ് കടലിടുക്ക് നിയന്ത്രിക്കും എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം, അതൊരു US ടെറിട്ടറിയായി മാറും എന്നാണ് ട്രംപ് പറയുന്നത്. അത് ഏതായാലും അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അമേരിക്കയുടെ പരാജയം സമ്മതിക്കുന്നതുവരെ ഈ പ്രദേശത്ത് എണ്ണ ചരക്ക് ഗതാഗതം അവിടെ നിയന്ത്രിക്കും, അവർക്ക് ഇത് സമ്മതിക്കേണ്ടി വരും എന്നാണ് ഇറാൻ്റെ ഒരു പ്രതികരണം. മാത്രവുമല്ല, നമുക്കറിയാം കഴിഞ്ഞ വ്യാഴാഴ്ച 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി. അബുദുബായ് നാഷണൽ ഓയിൽ കമ്പനിയുടെ 2 കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടത്. അവിടെ എന്തായാലും അതിൽ ആളപായം ഉണ്ടായില്ല എന്നതൊരു ആശ്വാസം പകരുന്നു. പക്ഷേ ഇറാൻ്റെ അനുവാദമില്ലാതെ കപ്പലുകൾക്ക് ഹോർമുസ് കടലിടുക്ക് കടന്നു പോകാൻ കഴിയില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് IRCG എടുത്തിട്ടുമുള്ളത്. മാത്രമല്ല, ഒമാനുമായി ഈ ഹോർമുസ് കടലിടുക്ക് എങ്ങനെ ഇനി നിയന്ത്രിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഏറ്റവും അവസാന ഘട്ടത്തിലാണ്. അതിലൊരു അന്തിമ തീരുമാനം വൈകാതെ ഉണ്ടാകുമെന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്യുന്നു. അമേരിക്കയ്ക്ക് ഈ പ്രദേശം നിയന്ത്രണത്തിലേക്ക് വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയും അല്ലെങ്കിൽ അതിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന ഒരു കടുത്ത നിലപാട് ഇറാൻ സ്വീകരിക്കുകയും ചെയ്തു. സജിത്ത്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ട്രംപിന്റെ നീക്കം അങ്ങനെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.